ഗസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിലുടനീളം സംഘർഷത്തിൽ രാഷ്ട്രീയ ഇടപെടൽ പരസ്യമായി ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് സെർബിയ. അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് സെർബിയയ്ക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്നും അതേസമയം പലസ്തീൻ താൽപര്യങ്ങളെ തങ്ങൾ പാടെ ബഹിഷ്കരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര വേദിയിൽ അവതരിപ്പിക്കാൻ സെർബിയ ആഗ്രഹിക്കുന്നില്ല എന്നും വിശകലന വിദഗ്ധർ പറയുകയുണ്ടായി. സെർബികളും ജൂത ഇസ്രായേലുകളും ഹോളോകോസ്റ്റ് ഇരകളായിരുന്നു. ഹോളോകോസ്റ്റ് എന്നത് ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന നടപടിയാണ്. കൊല്ലുന്നതിന് പിന്നിലെ കാരണം അവർ ഒരു പ്രത്യേക വംശത്തിൽ ജനിച്ചുപോയി എന്നത് മാത്രമാകിയാൽ ഇതിനെ വംശഹത്യ എന്നും പറയാറുണ്ട്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപക രാഷ്ട്രങ്ങളിലൊന്നായിരുന്ന യുഗോസ്ലാവിയയുടെ ചരിത്രപരമായ പങ്കിലൂടെ സെർബിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡ് പലസ്തീനുകളുമായും അറബ് രാജ്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ്. 1967 ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് യുഗോസ്ലാവിയ ഈജിപ്തിനോടും സിറിയയോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. യുഗോസ്ലാവിയയുടെ തകർച്ച വരെ അവ ഒരിക്കലും പുനഃസ്ഥാപിച്ചില്ല. എന്നാൽ 1990കളുടെ തുടക്കത്തിൽ യുഗോസ്ലാവിയ വിഘടിച്ചതിന് ശേഷം സെർബിയ ഇസ്രായേലുമായും പലസ്തീനുമായും സൗഹൃദം നിലനിർത്തി. എന്നാൽ സെർബിയൻ ഇസ്രായേൽ ബന്ധം സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് യുദ്ധസമയത്ത് വളർന്നുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായി കസ്റ്റംസ് ഡേറ്റ ഉദ്ധരിച്ച് സെർബിയയുടെ പ്രധാന സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ വ്യാപാരിയായ യുഗോ ഇമ്പോർട്ട് SDPR കഴിഞ്ഞ മാസം ഇസ്രായേലിലേക്ക് 14 ദശലക്ഷം യൂറോ മൂല്യമുള്ള ആയുധങ്ങൾ കയറ്റുമതി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. സെർബിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബൽഗാൻ ഇൻസൈറ്റ് മീഡിയയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം സെർബിയ അവരുടെ 2 പ്രധാന ആയുധങ്ങളോ വെടിക്കോപ്പുകളോ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്നും അവരുടെ റിപ്പോർട്ടിലുണ്ട്. ഇതിനോടൊപ്പം 2023 ഒക്ടോബറിൽ 540 യൂറോയ്ക്കും 2024 ഫെബ്രുവരിയിൽ 5,10,000 യൂറോയ്ക്കും സെർബിയ ഇസ്രായേലിലേക്ക് ചരക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു എന്നുമാണ് റിപ്പോർട്ട്. ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധത്തിലുള്ള പിന്തുണയായി ഇതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും സെർബിയയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്നത് തടയാനാണ് ഈ രഹസ്യ നിബന്ധന എന്നാണ് വിദഗ്ധ വിശകലനം. ഗസയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളോ വെടിക്കോപ്പുകളോ ഇസ്രായേലിന് കൈമാറുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമം ലംഘിക്കാൻ സാധ്യതയുണ്ടെന്നും അത് ഉടൻ അവസാനിപ്പിക്കണമെന്നും UN വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അടുത്ത സഖ്യകക്ഷികളായ സെർബിയയും ഇസ്രായേലും ഇത് തുടർന്നു. ഇതിന്റെ ഭാഗമായാണ് സെർബിയ ഇസ്രായേലിന് 14 ദശലക്ഷം യൂറോ, അതായത് $15.2 മില്യൺ വിലമതിക്കുന്ന കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്നത് എന്നുമൊക്കെയാണ് റിപ്പോർട്ടുള്ളത്. ഈ ഡീൽ നടത്തിയിരിക്കുന്നത് വളരെ രഹസ്യമായുമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പരസ്യമായി വെളിപ്പെടുത്താത്ത രാജ്യമാണ് സെർബിയ എന്ന് പറയപ്പെടുന്നത്.